നമസ്കാരം. ആശമാരുടെ സമരം അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ അവർക്കുള്ള കുടിശ്ശിക നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ഡിമാൻഡുകളിൽ മറ്റ് ഡിമാൻഡുകൾ സർക്കാർ പരിഗണിക്കും വരെ സമരം തുടരുമെന്നാണ് സമരസമിതി പറയുന്നത്. ആശാ സമരക്കാർ സമരം ചെയ്ത സ്ഥലം മാറിപ്പോയി എന്നാണ് തോമസ് ഐസക്കിന്റെ വാദം. അവർക്ക് മികച്ച കൂലി കിട്ടണം എന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ തോമസ് ഐസക് പറയുന്നു. പക്ഷേ സമരം ചെയ്യേണ്ടത് ഇവിടെയല്ല എന്ന് അദ്ദേഹം അവരെ പരിഹസിക്കുന്നു. ആശാമാർ എവിടെയാണ് സമരം ചെയ്യുന്നത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, BJP വക്താവ് പ്രിൻഡു മഹാദേവ്, CPM വക്താവ് M പ്രകാശൻ മാസ്റ്റർ, സമരസമിതി പ്രതിനിധി S മിനി എന്നിവർ ചേരുന്നു. ആദ്യം പ്രിൻഡു മഹാദേവിലേക്ക്. പ്രിൻഡു, ഇക്കാണായ കോലാഹലം മുഴുവൻ നടക്കുന്നത് ഒരു കേന്ദ്ര പദ്ധതിയുടെ വോളണ്ടിയേഴ്സായി അണിചേർന്നിട്ടുള്ള ആശമാരുടെ ശമ്പളത്തെക്കുറിച്ചാണ്. തങ്ങൾക്ക് മാത്രം ഉത്തരവാദിത്തമുള്ളൊരു കാര്യമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയേ അല്ല അത്. പക്ഷേ അത് 60-40 എന്ന നിലയിൽ അതിൻ്റെ ചെലവുകൾ വഹിക്കുകയാണ് സംസ്ഥാന സർക്കാർ. നിങ്ങളെന്താണ് ഇക്കാര്യത്തിലൊന്നും മിണ്ടാത്തത്? അല്ല, ഞങ്ങൾ ഈ കാര്യത്തിനകത്ത് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ കൃത്യമായിട്ട് ഈ ആശാ വർക്കർമാരുടെ ന്യായമായ സമരത്തിന് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുത്ത ആളുകളാണ് ഞങ്ങൾ. കാരണം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇത് സംസ്ഥാനത്തിൻ്റെ പദ്ധതിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിന് അങ്ങനെ മാറി നിൽക്കാൻ സാധിക്കില്ല. ഒരു സ്റ്റേറ്റിൻ്റെ പൊതുജന ആരോഗ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിൻ്റെ ഒരു പൊതു സംവിധാനം എന്ന രീതിയിൽ കേരളത്തിന് ഒരു വർഷത്തിൽ 1000 കോടി രൂപയുടെ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ വികസനത്തിന് വേണ്ടി കേന്ദ്ര സഹായം കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നു. അത് കേരളത്തിൻ്റെ ആരോഗ്യ പരിസ്ഥിതി വളരെയധികം മെച്ചപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് കൃത്യമായിട്ട് ഈ ആശാ വർക്കർമാർക്കെതിരെ സത്യത്തിൽ ഈ സംസ്ഥാന സർക്കാർ ഒരു യുദ്ധ പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. നിലപാടെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. എന്താണ് ആശാ വർക്കർമാരുടെ സമരത്തോടുള്ള BJPയുടെ നിലപാട്? അല്ല, ആശാ വർക്കർമാരോടുള്ള സമരത്തിൽ ഞങ്ങൾക്ക് അനുകൂല നിലപാടല്ല സാർ. ഞങ്ങൾ അതിന് പ്രതികൂലിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ലല്ലോ. അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം, 21,000 രൂപ ശമ്പളം വേണം എന്ന് പറയുന്ന ആവശ്യത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ? തീർച്ചയായും. അല്ല, ആവശ്യത്തെ ഞങ്ങൾ പിന്തുണയ്ക്കാതെ സംസ്ഥാന സർക്കാർ നോക്കൂ. ഈ കഴിഞ്ഞ 2021 സംസ്ഥാന സർക്കാരിൻ്റെ ഇലക്ഷന് മുമ്പ് അവർ നടത്തിയിട്ടുള്ള നയപ്രഖ്യാപന രേഖയിൽ അവരിറക്കിയിട്ടുള്ള നയപ്രഖ്യാപന രേഖയിൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ആശാ വർക്കർമാർക്ക് മാത്രമല്ല, ഇപ്പോൾ ക്ഷേമ പെൻഷൻ ആയിക്കോട്ടെ, ആശാ വർക്കർമാരായിക്കോട്ടെ, അംഗനവാടി തൊഴിലാളികളായിക്കോട്ടെ, ഹരിത വർക്കർമാരായിക്കോട്ടെ, ഇവർക്കൊക്കെ തന്നെ 700 രൂപ കൊടുക്കാമെന്നുള്ള മോഹന വാഗ്ദാനം പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ളത് ഈ സംസ്ഥാന സർക്കാരാണ്. അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു സംസ്ഥാന സർക്കാർ അവരുടെ ഹോണറേറിയമായിട്ടുള്ള 7000 വെട്ടിക്കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നമല്ലേ സാർ? അതിനെ ഞങ്ങളൊരു രാഷ്ട്രീയ ചോദിക്കുന്നു. 21,000 രൂപ ശമ്പളം വേണം എന്ന അവരുടെ ആവശ്യത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിലവിലെ സ്കീം അനുസരിച്ച് 60-40 എന്നതാണ് അവർക്ക് ഹോണറേറിയം കൊടുക്കാനുള്ള രീതി. കേന്ദ്രം സംസ്ഥാനം പങ്കിട്ടെടുക്കുകയാണ്. കേന്ദ്രത്തോട് ആ വിഹിതം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുമോ? അല്ല, ന്യായമായിട്ടുള്ള വർധനവ് എല്ലാ കാലഘട്ടത്തിലും ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട് സാർ. ഇപ്പോൾ നോക്ക്, ഇതിനു മുമ്പ് ഒരു NHM പദ്ധതിയോ NHME പദ്ധതിയോ ഇത്തരത്തിലുള്ള കേന്ദ്ര വിഹിതം സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടുണ്ടോ? കൃത്യമായിട്ട് ഓരോ 4 സംസ്ഥാന സർക്കാരിന് നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് മൻമോഹൻ സിംഗ് സർക്കാർ അന്ന് കിട്ടിയിരുന്ന തുക നാമമാത്രമായിരുന്നു സാർ. ഇന്ന് കിട്ടുന്ന പണം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെയാണല്ലോ ഈ പറയുന്ന ആശാ വർക്കർമാരായിക്കോട്ടെ, ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് സെൻ്ററുകളായിക്കോട്ടെ, മെഡിക്കൽ കോളേജുകളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ നിലവാരം വലിയ രീതിയിൽ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാന കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് കൈയഴിഞ്ഞ് വലിയ രീതിയിലുള്ള നല്ല സഹായം കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾക്കൊപ്പം തന്നെയാണുള്ളത്. കാരണം 2018 ശേഷം കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ആരോഗ്യ പ്രതിസന്ധി ഉണ്ട്. ആ ആരോഗ്യ പ്രതിസന്ധിയുടെ ഭാഗമായിക്കൊണ്ട് ആശാ വർക്കർമാർ രാവും പകലും പ്രവർത്തിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഇപ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു മുഴുവൻ സമയ പ്രവർത്തകരായിട്ട് ഒരു സംസ്ഥാനത്തുമില്ല സാർ.
അവിടെയാണ് അവിടെയൊക്കെ കൃത്യമായിട്ട് സമരമുണ്ട്. മുഴുവൻ സമയ പ്രവർത്തകരാകണമെന്ന് സംസ്ഥാന സർക്കാർ സർക്കുലർ ഇറങ്ങിക്കൊണ്ട് ഈ കഴിഞ്ഞ മാസം അല്ല, കർണാടകയിൽ സമരമുണ്ട് സാർ. സമരമുണ്ടെങ്കിൽ പോലും സാർ അവിടെ കഴിഞ്ഞ അവിടെ വർഷം ഞാൻ പറയാം കഴിഞ്ഞ വർഷം മുതൽ ആശാവർക്കർമാർ സമരത്തിലാണ് മഹാരാഷ്ട്രയിൽ. സമരങ്ങളൊക്കെ മഹാരാഷ്ട്രയിൽ സമരത്തിലാണ്. അപ്പൊ അവർ ശമ്പളം വർദ്ധിപ്പിക്കാൻ നമ്മൾ ആദ്യം ഞങ്ങൾക്ക് 7,000 എങ്കിലും കിട്ടണമെന്നാണ് മഹാരാഷ്ട്രയിലെ ആശാ സമരക്കാരുടെ ആവശ്യം. അപ്പോൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാരുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ സമരമുണ്ട്. അപ്പോൾ ഈ സമരത്തിന് മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാർ കൂടിയാണ്. ശ്രീ പിന്റു, അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല. ഇത് ഈ ഹോണറേറിയം സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്. സംസ്ഥാന സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത്. ഇവിടെ കൃത്യമായിട്ട് മുഴുവൻ സമയ പ്രവർത്തകരാക്കി മാറ്റിയത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ റിട്ടയർമെൻറ്റ് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരാണ് അതിന് നിങ്ങൾക്ക് തീരുമാനിക്കുമെന്നാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. കേന്ദ്രം ഇതൊരു സർവ്വസാധാരണ ഗ്രാമീണ മേഖലയിൽ ജനങ്ങളുടെ ആരോഗ്യ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഉപാധി എന്ന രീതിയിൽ അതിനുള്ളൊരു ഗ്രാൻഡ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനുള്ളൊരു സർവീസ് പേയ്മെൻറ്റ് എന്ന രീതിയിലാണ് ഒരു ചെറിയ രീതിയിലുള്ള പണം കേന്ദ്രം നൽകുന്നത്. ഇതിനൊരു വലിയ ഒരു പ്രസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ പൊതുജനാരോഗ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവ് സംസ്ഥാന സർക്കാരിനുണ്ടല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അപ്പോൾ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നാണ് ബിജെപിയുടെ ആവശ്യം. ആ ഓണറേറിയം വർദ്ധിപ്പിക്കുമ്പോൾ കേന്ദ്ര വിഹിതത്തിലും സമാനമായി, സംസ്ഥാനം വർദ്ധിപ്പിച്ചോടെ അവരുടെ വിഹിതം കേന്ദ്ര വിഹിതത്തിലും സമാനമായ വർധന വേണം. അല്ലെങ്കിൽ ആശാ വർക്കർമാരുടെ വേതനത്തിന്റെ കാര്യത്തിൽ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു നിലപാട് വേണം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആവശ്യപ്പെടാമല്ലോ കേന്ദ്രത്തോട്. അല്ല, ന്യായമായിട്ടുള്ള ആശാ വർക്കർമാരുടെ ന്യായമായ കാര്യങ്ങളിൽ അനുകൂല സമീപനം തന്നെയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ഇപ്പോൾ നോക്കൂ, ഇവരെയെല്ലാം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടുത്തി. ഈ ആശാ വർക്കർമാർക്ക് ആവശ്യമായിട്ടുള്ള യൂണിഫോം ആയിക്കോട്ടെ, അവർക്ക് ആവശ്യമായ മൊബൈൽ സംവിധാനങ്ങളായിക്കോട്ടെ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടത്തി. അതുപോലെ ആശാ വർക്കർമാർക്ക് ഒരു ഷെൽട്ടറുകൾ ഇവരുടെ ഔദ്യോഗികമായിട്ടുള്ള ഇവരുടെ ജോലി സംവിധാനത്തോടൊപ്പം ഇവർക്ക് ഇരിക്കാനും നിൽക്കാനും ഒക്കെയുള്ള റെസ്റ്റിംഗ് പ്ലേസുകൾ നമ്മളെ ഹെൽത്ത് സെൻ്ററുകൾ ഇവർ കൊണ്ടുവന്ന് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഇവരുടെ വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ ആവശ്യപ്പെടുമോ അത്? അല്ല, തീർച്ചയായും ഞാൻ പറയട്ടെ, നിങ്ങൾ ആ സമരത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ ഡിമാൻഡിനെ പിന്തുണയ്ക്കുന്നു, സ്വാഭാവികമായിട്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെടണം. അത്രേ ഉള്ളൂ. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഇന്ന് കേന്ദ്ര കമ്മിറ്റി അംഗമായ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായ തോമസ് ഐസക് പറയുന്നു, ആശമാർക്ക് നല്ല ശമ്പളം കിട്ടണമെന്നാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷേ അവർ സമരം ചെയ്ത സ്ഥലം മാറിപ്പോയി എന്നാണ് പറയുന്നത്. എന്താണ് ഐസക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ വലിയ നിലക്ക് ചർച്ച ചെയ്യുന്നത് തന്നെ ഇത് കേരള ഗവൺമെൻറ്റിനെതിരെ വലിയ നിലക്കുള്ള പ്രചരണം നടത്താൻ ഉതകുന്ന ഒന്ന് എന്നുള്ള നിലക്കാണ്. യഥാർത്ഥത്തിൽ ഇവർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിലാണ്. എന്തുകൊണ്ട്? ഇപ്പം നേരത്തെയും ആശക്കാർ ഈ കഴിഞ്ഞൊരു 3 മാസക്കാലം മുമ്പ് വലിയ നിലക്കുള്ളൊരു സമരം ഡൽഹിയിൽ നടത്തിയിട്ടുണ്ട്. ഈ ആശ എന്ന് പറയുന്ന പരിപാടി നമുക്കെല്ലാം അറിയുന്ന പോലെ NRHM എന്ന് പറയുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഭാഗമാണ്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ പ്രഖ്യാപിച്ച കേന്ദ്ര ഗവൺമെൻറ്റാണ്, നടത്തുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ്. അത് സംബന്ധിച്ച നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്, ഉത്തരവുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ കഴിഞ്ഞ ലോക്സഭാ സമ്മേളനത്തിൽ 1860 ചോദ്യത്തിന് കഴിഞ്ഞ ആഗസ്റ്റ് 2 തീയതി 2024 കേന്ദ്ര ഗവൺമെൻറ് നൽകിയിരിക്കുന്ന ഉത്തരം ഈ ആശകളെ സംബന്ധിച്ച്, ആശാസ് വിൽ റിസീവ് പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ് for promoting universal immunization, referral and escort services for reproductive and child health and other healthcare programs and contribution of household toys. അതുപോലെ തന്നെ അവർ കിട്ടുന്ന എമൗണ്ട് സംബന്ധിച്ച് അതിൽ തന്നെ പറയുന്നുണ്ട്, ആശാസ് ആർ envisaged to be community health volunteers entitled to task or activity based incentive. Ashas receive a fixed monthly remuneration of rupees 2,000 per month for routine ആൻഡ് റിക്കവറി ആക്ടിവിറ്റീസ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൊടുത്തിരിക്കുന്ന പാർലമെൻറ്റിൽ മറുപടി പറഞ്ഞിരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ 2,000 റുപ്പിയാണ് ആശക്കാർക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ആശക്കാർക്ക് ഒരു പൈസയും ആദ്യം ഉണ്ടായിരുന്നില്ല. ആശക്കാർക്ക് കേരളത്തിൽ ആദ്യമായിട്ട് പൈസ കൊടുക്കുന്ന എപ്പോഴാണ്? ഉത്സവ് ഭത്ത എന്നുള്ളതിലേക്ക് ആദ്യമായി പണം കൊടുക്കുന്നത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ ഗവൺമെൻറ്റാണ്. 500 റുപ്പിയാണ് അവർക്ക് കൊടുത്തു വന്നിരുന്ന വേതനം. ഇവിടെ ഏറ്റവും ഒടുവിൽ 2016 LDFിൻ്റെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. ആ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് വരെ കേരളത്തിലെ ആശക്കാർക്ക് കിട്ടി വന്നിരുന്ന പ്രതിഫലം കേവലം 1000 രൂപയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒരു വലിയ സമരം ആശക്കാർ നടത്തി.
ആ ഗവൺമെൻറ് അന്ന് ഒത്തുതീർപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 5000 രൂപയെങ്കിലുമായിട്ട് ആശക്കാരുടെ റെമ്യൂണറേഷൻ വർദ്ധിപ്പിക്കുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പൈസയെങ്കിലും, ഉറപ്പിക പോകട്ടെ, ഒരു പൈസയെങ്കിലും 5 കൊല്ലക്കാലമുള്ള ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആശക്കാർക്ക് റെമ്യൂണറേഷൻ വർദ്ധിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? വർദ്ധിപ്പിച്ചിട്ടില്ല. 1000 രൂപ ഉണ്ടായിരുന്ന ഇവരുടെ ഈ പ്രതിഫലം 7000 വർദ്ധിപ്പിച്ചത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റാണ്. ഏറ്റവും ഒടുവിലത്തെ വർധന ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ്. പിന്നെ 7000 കിട്ടുന്നത് എന്ന് പറയുന്നത് ശരിയല്ല. 7000 ഉറുപ്പിക സംസ്ഥാനത്തിൻ്റെ റെമ്യൂണറേഷനാണ്. 3000 ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് ഉണ്ട്. അതിനു പുറമെ കേന്ദ്രം നിശ്ചയിച്ചിരിക്കുന്ന NRHMൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ, ഇപ്പോൾ കുട്ടികളുടെ പോഷകം ശക്തിപ്പെടുത്തൽ, ഗർഭിണികളായിട്ട് സ്ത്രീകളുടെ സംരക്ഷണം, അതുപോലെ അയൺ കണ്ടന്റ് പഠിത്തമില്ലാത്ത കുട്ടികൾക്കുള്ള അയൺ കൊടുക്കുക, ഇങ്ങനെ ഒരുപാട് പദ്ധതികൾക്ക് ഒരു യൂണിറ്റ് ഇത്ര എന്നുള്ളതിലേക്കുള്ള പൈസ കൊടുക്കുന്നുണ്ട്. അത് കൃത്യമായി വാങ്ങുന്ന ഒരു ആശാ വർക്കർക്ക് 13,200 രൂപ വരെ ഇന്ന് കിട്ടുന്നതിന് യാതൊരു പ്രയാസമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യം, 17,000 ഉറുപ്പിക വരെ വാങ്ങുന്ന ആശ ഈ കേരളത്തിലുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കിട്ടില്ല. അത് ഈ പറയുന്ന ഗിരിവർഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശമാർക്ക് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ആശക്കാരോട് ഏറ്റവും നല്ല നിലക്കുള്ള നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ് LDFൻ്റെ ഗവൺമെൻറ്റാണ്. ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഏറ്റവും വലിയ റെമ്യൂണറേഷൻ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ് കൊടുക്കുന്ന 7000 കോൺഗ്രസിനോ രാജ്യത്തെ ഏറ്റവും മികച്ച റെമ്യൂണറേഷൻ കിട്ടുന്നത് കേരളത്തിലാണ് ആശമാർക്ക്. പക്ഷേ എൻ്റെ ചോദ്യം, അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള കൂലി അവർക്ക് കിട്ടുന്നു എന്ന് CPMന് അഭിപ്രായമുണ്ടോ? ഇല്ലേ ഇല്ല. കാരണം ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വൃന്ദാക്കാരാട്ടാണ് ഡൽഹിയിൽ നടന്ന ആശക്കാരുടെ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശക്തമായി സംസാരിച്ചത്. ആശക്കാർക്ക് മിനിമം വേതനം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീം പറയുന്നു ഇത് പാട്ടപ്പിരിവ് സമരമാണ്, ഇത് അരാജക സമരമാണെന്ന് അധിക്ഷേപിക്കുന്നു. ഇന്ന് തോമസ് ഐസക് പറയുന്നു അവർക്ക് സമരം ചെയ്യേണ്ട സ്ഥലം മാറിപ്പോയി എന്ന് പറയുന്നു. ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 2024 ഫെബ്രുവരി മാസത്തിൽ മഹാരാഷ്ട്രയിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും കളക്ടറേറ്റുകളിലേക്ക് ഒരു സമരം നടന്നിരുന്നു, ആശാ വർക്കർമാരുടെ സമരം. അവരുടെ ആവശ്യം 7000 രൂപയാക്കി അവരുടെ റെമ്യൂണറേഷൻ വർദ്ധിപ്പിക്കണമെന്നായിരുന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേര് CITU എന്നാണ്. അന്ന് സമരം ചെയ്തത് അന്നത്തെ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരെയാണ്. അവരോടും നിങ്ങളിത് പറയോ സമരം ചെയ്ത സ്ഥലം മാറിപ്പോയി എന്ന്? ഇല്ല, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ആശക്കാരുടെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് CITU ആണ്. ഇപ്പോൾ കേരളത്തിൽ 26,125 ആശമാരുണ്ട്. ആ ആശമാരിൽ കടുത്ത രാഷ്ട്രീയമുള്ള കുറച്ച് ആളുകൾ ഇവർ ഇളക്കി വിട്ടിരിക്കുകയാണ്. 1000 ഉറുപ്പിക 7000 ഉറുപ്പിക വർദ്ധിപ്പിച്ചതിനെ പറ്റി അവർക്ക് പറയാനില്ല. ഒരു കൊല്ലമായിട്ട് ആശക്കാർക്ക് ഒരൊറ്റ പൈസ കേന്ദ്രം കൊടുക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഇന്ന് കേന്ദ്രം അവർക്ക് കൊടുക്കേണ്ട 3000 ഉറുപ്പിക അടക്കം കൊടുക്കുന്നത്. അത് ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് ഇതാണ് പ്രകാശൻ മാസ്റ്റർ, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണം എന്നാണ് നിങ്ങളുടെ നിലപാട്. എങ്കിൽ ഇവരെയും കൂട്ടി കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യണമല്ലോ, അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ CITU ഏക്നാഥ് ഷിൻഡെക്കെതിരെ കളക്ടറേറ്റുകൾ ഉപരോധിച്ചാൽ അത് ശരിയായ സമരം. ഈ സമരസമിതിക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് സമരം ചെയ്താൽ അത് അരാജക സമരവും പാട്ടപ്പിരിവ് സമരവും. ഇതെന്ത് ന്യായമാണ്? തീർച്ചയായിട്ടും അത് അരാജക സമരവും പാട്ടപ്പിരിവ് സമരം. എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിൽ ഏറ്റവും ഗൗരവമായിട്ട് ആശക്കാരെ പരിഗണിക്കുന്ന ഒരു സ്റ്റേറ്റ്, സംസ്ഥാന നിയമസഭ തന്നെ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു പ്രമേയം പാസ്സാക്കി കേന്ദ്രത്തിന് അയച്ചു. ആശക്കാരുടെ വേതനം വർദ്ധിപ്പിക്കണം. ഗവൺമെൻറ്റിൻ്റെ കൂടെ നിന്ന് പോരാടുകയല്ലേ ആശക്കാർ വേണ്ടത്? അതിന് വരെ കേരള ഗവൺമെന്റ് പ്രതികൂട്ട് നിർത്തുക, സമരം നടത്തുകയാണോ? അല്ല, അവർ കേൾക്കാൻ തയ്യാറായോ? നിങ്ങൾ ആ സമരത്തെ കേൾക്കാൻ തയ്യാറായോ? ഒരു സർക്കാർ എന്ന നിലയിൽ സമരത്തെ കേട്ടോ? അവരുടെ ഡിമാൻഡ് പരിഗണിച്ചോ? അവരുമായിട്ട് ചർച്ച നടത്തിയോ? പിന്നെ നിങ്ങളോടൊപ്പം എങ്ങനെയാണ് ചേരുക? അവർ നിങ്ങളുടെ മുമ്പിൽ സമരം ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു രാഷ്ട്രീയ പ്രേരിത സമരമാണ്. നിങ്ങളുടെ രാഷ്ട്രീയ സമരമാണോ? ഈ സമരത്തിൽ അവർക്ക് രാഷ്ട്രീയമുണ്ടെന്നേ പ്രകാശൻ മാസ്റ്റർ. ഈ ആശമാർക്ക് രാഷ്ട്രീയമുണ്ട്, അവരിൽ പല രാഷ്ട്രീയക്കാരുണ്ട്, അതിൽ CITUകാർ പോലും ഉണ്ടാവും, അത് നമുക്കറിയില്ല. പക്ഷേ അരാഷ്ട്രീയ സമരമാണ് നടത്തുന്നത്. അതിലൊരു ചെറിയ പ്രശ്നം, തീർച്ചയല്ല, അവരുടെ സമരത്തിന് രാഷ്ട്രീയം ഉണ്ട്. അതെന്താണെന്നറിയോ? കേരള ഗവൺമെന്റിനെ അട്ടിമറിക്കുക, അടുത്ത തെരഞ്ഞെടുപ്പിൽ UDFനെ ജയിപ്പിക്കുക, അത് അവരുടെ രാഷ്ട്രീയം. സമരം എങ്ങനെയാണ് അട്ടിമറിയാവുന്നത് പ്രകാശൻ മാസ്റ്റർ? അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അട്ടിമറി നിങ്ങളാണ്. അല്ലല്ല 1000 ഉറുപ്പിക 7000 ഉറുപ്പികയാക്കി വർദ്ധിപ്പിച്ച ഗവൺമെന്റിനെതിരെ അല്ല സമരം ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാതിരിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുക്കുന്ന ഗവൺമെന്റിനെതിരെ അല്ല സമരം ചെയ്യേണ്ടത്. ആശക്കാർക്ക് വേണ്ടി ഇന്ത്യ രാജ്യത്തെമ്പാടും പോരടിക്കുന്ന പ്രസ്ഥാനത്തിനെതിരെയല്ല സമരം വേണ്ടത്. തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായമുള്ള ആളുകൾ ആശക്കാർക്ക് ഒരു പൈസയും കൊടുക്കാതിരിക്കുമ്പോൾ സമരം ചെയ്യാൻ തയ്യാറായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഈ കഴിഞ്ഞ 4 മാസക്കാലം മുമ്പാണല്ലോ ഡൽഹിയിൽ സമരം നടന്നത്. ഇവരാരെങ്കിലും പോയോ സമരത്തിൽ? എന്താ പോകായിരുന്നത്? അവർക്ക് BJPയോട് സമരം ചെയ്യാൻ താല്പര്യമില്ല. അവർക്ക് ഒറ്റ താല്പര്യമുള്ളൂ, CPMകാർക്കെതിരായിട്ട് സമരം ചെയ്യണം. അത് രാഷ്ട്രീയ പ്രേരിതാണ്.
അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ ആശമാരുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളുടെ സമരത്തെ കുറിച്ച് നോക്കിയപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ആശമാർ സമരം ചെയ്യുന്നുണ്ട്. ആ സമരത്തിന് നേതൃത്വം AITUC ആണ്. അവരോടും പറയുമോ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ബാംഗ്ലൂരിൽ സമരം ചെയ്യുന്നത്, ഡൽഹിയിൽ പോയി സമരം ചെയ്യുമെന്ന്? ഇന്ത്യ രാജ്യത്ത് എല്ലാ സ്ഥലത്തും ആശക്കാർ സമരം ചെയ്യണം. ഞങ്ങൾ ആശക്കാർ CIT നേതൃത്വം സമരം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ സമരത്തിൻ്റെ മുദ്രാവാക്യം സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയല്ല കേരളത്തിൽ മുദ്രാവാക്യം വിളിക്കേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. കാരണം ആശക്കാർക്ക് ഇന്ന് ശമ്പളം കിട്ടുന്നത് മഹാരാഷ്ട്രയിലെ ഉദാഹരണം പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ ഏക്നാഥ് ഷിൻഡെക്കെതിരെയായിരുന്നു അവരുടെ സമരം. ഏക്നാഥ് ഷിൻഡെക്കെതിരെ സമരം നടത്തി. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ കളക്ടറേറ്റ് ഉപരോധിച്ചു. അവിടെ മോദിക്കെതിരെയല്ല സമരം നടന്നത്, CIT-യുടെ നേതൃത്വത്തിൽ. അല്ല, തീർച്ചയായിട്ടും ഇവിടെ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുന്നത് ഞങ്ങളെതിരല്ല. സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യുന്നതിൽ ആരാ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത ഒരു കാര്യവും ഇത്രയും ദിവസം സമയത്തിൽ അവർ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ് ശമ്പളം കിട്ടുന്നത് കഴിഞ്ഞൊരു കൊല്ലമായിട്ട്. അവർ പറയണ്ടേ? ആശക്കാർക്ക് വേണ്ടിയാണെങ്കിൽ പറയണ്ടേ? ഈ കേരളത്തിൽ UDF-ന്റെ ഗവൺമെൻറ് ഒരു പൈസയും തന്നിട്ടില്ല. 6000 രൂപ തന്നത് LDF-ന്റെ ഗവൺമെൻറ്റാണ്. പറയണ്ടേ? ശരി, ആശക്കാരുടെ വളരെ ചെറിയൊരു ഫാക്ഷൻ മാത്രമാണ് ഞങ്ങൾ. പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. പകരം സംസ്ഥാന ഗവൺമെന്റ് അന്യായം കാണിക്കുന്നു. പിണറായി വിജയനാണ് ഞങ്ങളെല്ലാം ശത്രു. ഇവിടെ പ്രകാശ് മാസ്റ്റർ ചോദിക്കുന്ന ഒരു കാര്യം, ഈ രാജ്യത്ത് ഏറ്റവും മികച്ച ഓണറേറിയം ആശാ വർക്കർമാർക്ക് ഉറപ്പാക്കിയ ഒരു സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. അത് നടപ്പാക്കി കാണിച്ചവരാണ്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന, ആശമാർക്ക് ഇപ്പോൾ ലഭിക്കുന്ന വേതനം പര്യാപ്തമാണെന്ന അഭിപ്രായം CPM-നില്ല. അവർക്ക് ഇനിയും മികച്ച വേതനം കിട്ടണം, അവരെ തൊഴിലാളികളായി കണക്കാക്കണമെന്ന അഭിപ്രായമാണ് CPM-നുള്ളത്, CIT-നുള്ളത്. പക്ഷേ സമരം ചെയ്യേണ്ട സ്ഥലം മാറിപ്പോയി. നിങ്ങൾ ഡൽഹിയിലായിരുന്നു സമരം ചെയ്യേണ്ടത് എന്നാണ് പ്രകാശൻ മാസ്റ്ററുടെ വാദം. ഈ 1000 രൂപയായിരുന്നു ഓണറേറിയത്തെ 7000 രൂപയിൽ കൊണ്ടെത്തിച്ച എങ്ങനെയാണെന്ന് എനിക്ക് പ്രകാശൻ മാസ്റ്റർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, 1000 രൂപയായിരുന്നത് വലിയ സമരം നടത്തിയിട്ട് ഞങ്ങളുടെ ഈ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ രജിസ്റ്റർ ചെയ്ത് 2013-ലാണ്. അന്ന് മുതൽ നടത്തിയ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് അത് 2000 രൂപയിലേക്ക് വരുന്നത്. 2000 രൂപയിൽ നിന്ന് 4000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും ഞങ്ങൾ പ്രക്ഷോഭം നയിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വർദ്ധിപ്പിച്ചപ്പോൾ ചില മാനദണ്ഡങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ വെച്ചു. ഒന്ന്, ആശാ വർക്കർമാർ മറ്റു ഒരു പണിയും ചെയ്യാൻ പാടില്ല, മുഴുവൻ സമയവും ആശാ വർക്കർമാരായിരിക്കണം. ഒന്ന്. 2, 1000 ജനസംഖ്യയ്ക്ക് ഒരു ആശാ വർക്കർ എന്ന മാനദണ്ഡത്തെ മാറ്റി ഒരു വാർഡിൽ ഒരാശയെന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ 2500, 3500, 3800, 4000-അടുത്ത് വരുന്ന ജനസംഖ്യയ്ക്ക് ഒരാശ എന്ന് പറഞ്ഞാൽ ഏകദേശം 3-4 ആശാ വർക്കർമാർ പ്രവർത്തിക്കേണ്ട സ്ഥലത്ത് ഒരാളെ മാത്രം നിശ്ചയിച്ചുകൊണ്ട് ഈ 3-4 പേർക്ക് കൊടുക്കേണ്ടുന്ന ഓണറേറിയത്തെയാണ് ഒരാൾക്ക് ചുരുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ ജോലി ഭാരമാണ് അടിച്ചേൽപ്പിച്ചത്. ഈ രീതിയിലാണ് ചെയ്തത്. പിന്നെ പ്രകാശൻ മാസ്റ്റർ പറയുന്ന പോലെ പിണറായി സർക്കാർ വന്നതിന് ശേഷം എല്ലാ മാസവും കൊടുക്കുകയാണോ? അദ്ദേഹം പറയട്ടെ. ഇന്നേ വരെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അതത് മാസത്തെ ഓണറേറിയം കൊടുത്തിട്ടില്ല. 4-5 മാസം കുടിശ്ശികയാകുമ്പോൾ ഞങ്ങൾ വന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തും. ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ CIT വന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്ത് പണം വാങ്ങിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലുമില്ല. അങ്ങനെ സമരം ചെയ്താണ് ഓരോ മാസത്തെയും കൂലി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. 232 രൂപ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അത് സമരം ചെയ്തിട്ടാണ്. ഇന്നിപ്പോൾ 18 ദിവസമായല്ലോ. ഇവിടെ വലിയ കീർവാണങ്ങൾ അടിച്ചുകൊണ്ടിരുന്നല്ലോ. പക്ഷേ 18 ദിവസം പിന്നിടുമ്പോഴല്ലേ ആ കുടിശ്ശിക കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത് പണിയെടുത്തിട്ട് കൂലി കൊടുക്കാതിരിക്കുന്നതിനുള്ള ഈ ന്യായീകരണങ്ങൾ കേരള പൊതുസമൂഹം തള്ളിക്കളഞ്ഞു. നിങ്ങളിങ്ങനെ കൂലി കൊടുക്കാത്ത ആളാണ്. നിങ്ങളുടെ പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞത്? 21 പ്രകടന പത്രികയിൽ 45-ാമത്തെ ഖണ്ഡികയിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 700 രൂപ മിനിമം വേതനം കൊടുക്കും. ഓണറേറിയം, മിനിമം വേതനമല്ല, 700 രൂപ ആശാ വർക്കർമാർക്ക്, അംഗൻവാടിക്കാർക്ക്, പാചക തൊഴിലാളികൾക്ക്, മറ്റ് മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കൊടുക്കുമെന്ന് അച്ചടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടന പത്രികയിൽ എഴുതി വെക്കാനുള്ളതാണ്. അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണെന്നും അത് നടപ്പാക്കാനുള്ളതല്ലെന്നും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ 232 രൂപ എന്നെങ്കിലും കിട്ടിയാൽ അത് വെച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം വണ്ടിക്കൂലി ഇനത്തിൽ ഭക്ഷണത്തിനും ഒക്കെ ആയിട്ട് അതിനകത്ത് നല്ലൊരു ശതമാനം തുക മാറ്റി വെക്കേണ്ടി വരും. എന്തിന്? കോവിഡ് കാലത്ത് ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഒരു മാസ്ക് പോലും കൊടുക്കാതെ, ഒരു ഗ്ലൗസ് പോലും കൊടുക്കാതെ വലിയ ജോലിഭാരം അടിച്ചേൽപ്പിച്ചപ്പോൾ അന്നും അതത് മാസം വേതനം കൊടുത്തിട്ടില്ല. അപ്പോഴും ഞങ്ങൾ ഈ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിട്ടുണ്ട്. പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ ഈ അബദ്ധങ്ങൾ ഇങ്ങനെ നിരന്തരം വിളിച്ചു പറയുന്നത് ശരിയല്ല. പിന്നെ സമരം ചെയ്യാൻ
ആർക്കും കുത്തകയില്ല. ഈ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി മാറിയപ്പോൾ തന്നെ ഒരു പൗരന് സംസാരിക്കാനും പ്രതിഷേധിക്കാനും എൻ്റെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ സംഘടന സമരം ചെയ്യണമെന്ന് ഒരു കാര്യം ഇതിലൊരു പ്രധാനപ്പെട്ട വാദം ഒന്ന്, ഈ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു സാമ്പത്തിക ഉപരോധം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സർക്കാരിന് കൊടുക്കാനുള്ള പണം കൊടുക്കുന്നില്ല കൃത്യമായി. പല കാര്യങ്ങളും നമുക്കറിയാം. മുണ്ടക്കൈ പുനരധിവാസത്തിൻ്റെ കാര്യത്തിലും സർക്കാർ നെട്ടോട്ടം ഓടുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയ ബോധമുണ്ടെങ്കിൽ എന്നാൽ സംസ്ഥാന സർക്കാരിനെ ശരിപ്പെടുത്തി കളയാം എന്നല്ലല്ലോ ചിന്തിക്കേണ്ടത്. ഡൽഹിക്ക് അവരോടൊപ്പം സമരത്തിന് വരികയല്ലേ ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നില്ലല്ലോ. ഞങ്ങൾ എന്താണ് വെച്ചിരിക്കുന്ന ഡിമാൻഡ് അത് വ്യക്തമാകാത്തതുകൊണ്ടാണ്. ഇവിടെ ആശാ വർക്കർമാർക്ക് ഓണറേറിയം കൊടുക്കണമെന്നും അത് വർദ്ധിപ്പിക്കണമെന്നും എല്ലാ മാസവും പണി ചെയ്ത കൂലി കൊടുക്കണമെന്നും അതിൻ്റെ മാനദണ്ഡങ്ങൾ എടുത്തു കളയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 13,000 രൂപയുടെയൊക്കെ കണക്ക് പറയുന്നുണ്ട്. എവിടെ നിന്നാണ് ഈ കണക്കെന്നറിയില്ല. കാരണം 7,000 രൂപയ്ക്ക് മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്, 10 മാനദണ്ഡം. അത് വെച്ച് ഓരോരോ കാര്യത്തിന് കട്ട് ചെയ്ത് വരുമ്പോൾ ഒരാൾക്ക് 7,000 കിട്ടുന്നില്ല. വളരെ അപൂർവമായ ആളുകൾക്കാണ് കിട്ടുന്നത്. പക്ഷേ ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഇനി 7,000 രൂപ എല്ലാ മാസവും കൊടുക്കുന്നുണ്ടെന്ന് ഇവർ വാദിച്ചാൽ പോലും അതെങ്ങനെയാണ് 13,200 രൂപയാകുന്നത്? അപ്പോൾ കള്ളക്കണക്കുകളാണ് പറയുന്നത്. പിന്നെ കേന്ദ്രത്തിനെതിരെ ഞങ്ങൾ സമരം ചെയ്യാറുണ്ട്. ഞങ്ങൾ 2 തവണ ഈ സംഘടന രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ 2 തവണ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിരുന്നു. കേരളത്തിലെ മുഴുവൻ MP-മാർക്കും ഞങ്ങൾ നിവേദനം കൊടുത്തിരുന്നു. ഈ ഞങ്ങളുടെ സമരപ്പന്തലിൽ വരുന്ന ഇതര രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നുണ്ട്, ഇത് രാഷ്ട്രീയത്തിനെതിരെ എല്ലാ വിഭാഗം ആളുകളും ഇരിക്കുന്ന ഒരു വേദിയാണെന്നും അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയപരമായ മുദ്രാവാക്യങ്ങൾക്കുള്ള ഇടമല്ലെന്നും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പിന്തുണ എന്ന് പറഞ്ഞാൽ അത് കേവലം വന്ന് പ്രസംഗിക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് കേന്ദ്രത്തിൽ ഇടപെട്ടുകൊണ്ട് ആവശ്യമായ പണം ഏത് മേഖലയിലാണോ സംസ്ഥാനത്തിന് കൊടുക്കാതിരിക്കുന്നത് അത് കൊടുക്കാനുള്ള നടപടികൾ എടുക്കണം. അതാണ് ഞങ്ങൾക്കുള്ള പിന്തുണ എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതവർ സമ്മതിച്ചു പോകുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ആശാ വർക്കർമാർക്ക് പിരിച്ചുവിടാൻ ഉത്തരവിട്ടിരിക്കുന്നു. ആരാണ് ഇട്ടത്? സംസ്ഥാന സർക്കാരാണ് ഇട്ടത്. ഇങ്ങനെ കള്ളങ്ങളുടെ ഘോഷയാത്രയാണ്. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് അന്യായമാണെന്ന് CITUവിന് പറയാൻ പറ്റുമോ? CPM-ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഈ സംസ്ഥാനത്ത് 232 രൂപ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം നടത്താനും വീട്ടുചെലവുകൾ നടത്താനും കറണ്ട് ചാർജ് കൊടുക്കാനും ഒക്കെ പറ്റില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ആശാ വർക്കർമാരെ നിങ്ങളുടെ മുഴുവൻ സമയത്തിന് ഉപയോഗിക്കുക. എന്താണ്? അവരുടെ വീട്ടുചെലവും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ മറ്റെല്ലാ ചെലവും സർക്കാർ ഏറ്റെടുക്കുക. ഒരു അപകടം വന്നാൽ, ജോലിക്കിടയിൽ ഒരു അപകടം വന്നാൽ ഒരു 10 പൈസയുടെ ചികിത്സാ സഹായമില്ല, ഒരു മുൻഗണനയില്ല, ഒരു ID കാർഡില്ല, ഒരു യൂണിഫോം ഇല്ല. എന്ത് തരം കാര്യങ്ങളാണ് ഈ പറയുന്നത്? അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതം. പറഞ്ഞാൽ ആശമാർക്ക് രാഷ്ട്രീയമുണ്ട്, അവൻ്റെ ജീവിക്കുവാനുള്ള രാഷ്ട്രീയമുണ്ട്. അത് ഏതൊരു മനുഷ്യനും ഉണ്ടാകണം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും സമരമുണ്ട്. അവിടെ ആശാ വർക്കർമാർ ആ സംസ്ഥാന സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത്. പക്ഷേ കേരളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കർണാടകയോ മഹാരാഷ്ട്രയോ UP ഒന്നുമല്ല. കേരളത്തിൽ താരതമ്യേന ഭേദപ്പെട്ട ഓണറേറിയം ലഭിക്കുന്നൊരു സ്ഥലമാണ്. പക്ഷേ നിലവിലെ മാനദണ്ഡങ്ങളനുസരിച്ച് ഒരു മുഴുവൻ സമയ വോളണ്ടിയർ സേവനം ആവശ്യമായി വരുന്ന ഒരു ദൗത്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള കൂലി കൊടുക്കണം, അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം എന്നാണ് അവരുടെ ആവശ്യം. ഇതിൽ നിങ്ങളുടെ നിലപാടെന്താണ്? കാരണം നിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്തും സമരമുണ്ട്. അജിംസെ പറഞ്ഞത് കറക്റ്റാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തും സമരമുണ്ട്. അവിടുത്തെ ആശാ വർക്കർമാരുടെ ആവശ്യവും ന്യായമാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. പക്ഷേ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളം വല്ലാതെ അങ്ങ് വികസിച്ചു, 3.5 ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു എന്ന് പറയുന്ന രീതിയിൽ ചർച്ച നടന്നപ്പോൾ കേരളത്തിലെ LDF-ന്റെ പ്രതിനിധികൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? കേരളത്തിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ കൂലി ഇവന്മാരുടെ ഏതോ വലിയ സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ്. വലിയ ജീവിത നിലവാരമുണ്ട്, വലിയ ചെലവുകൾ വഹിക്കാൻ പറ്റുന്ന രീതിയിൽ കേരളത്തെ സമൂഹത്തെ വളർത്തി എന്നാ പറയാം. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ആശാ വർക്കർമാരെ വളർത്താത്തത്? നമ്മൾ കർണാടകയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടുത്തെ ജീവിത നിലവാരം, അവിടുത്തെ ജീവിത ചെലവ്, അവിടുത്തെ നിത്യ ജീവിത ചെലവ് ഇതെല്ലാം പരിഗണിക്കണം. ഉത്തർപ്രദേശും കേരളവും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സാമൂഹ്യ ജീവിതം വ്യത്യസ്തമാണ്. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ പറയാൻ. പിന്നെ കർണാടകയിൽ ഏതെങ്കിലും ഒരു INTUC-യുടെ നേതാവ് ഇത് പാട്ടപ്പിരിവുകാരുടെ സമരമാണെന്നോ, ഇത് ഈ പറഞ്ഞ ആശാ വർക്കർമാർക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹരം കയറിയതാണെന്നോ ആരെങ്കിലും പറഞ്ഞോ? ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ ആശാ വർക്കർമാർക്ക് അവരുടെ തൊഴിലിന്, അവരുടെ കഷ്ടപ്പാടിന് അനുഗുണമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള കൂലി കൊടുക്കണമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ ഇരിക്കുന്ന പ്രകാശ് മാസ്റ്റർ
മാസ്റ്റർക്ക് പോലും തർക്കമില്ല. അങ്ങനെ തർക്കമുണ്ടെങ്കിൽ ഇവരുടെ പ്രകടന പത്രികയിൽ 700 രൂപ ദിവസവേതനമായിട്ട് കൊടുക്കുമെന്ന് ഇവർ ഓഫർ ചെയ്യില്ല. ഇനി കേന്ദ്ര സർക്കാർ തരാത്തത് കൊണ്ടാണ് എന്നുള്ള വാദം നിലനിൽക്കുന്നില്ല. കാരണം അന്ന് ഇവർ പ്രകടന പത്രിക അച്ചടിച്ച് വിതരണം ചെയ്ത് നാട്ടുകാരുടെ മുമ്പിൽ കള്ളം പറഞ്ഞ് വോട്ട് മേടിച്ചപ്പോൾ കേന്ദ്രം തന്നാലേ 700 തരൂ എന്ന് ഇവർ പറഞ്ഞില്ലല്ലോ. 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞപ്പോഴും കേന്ദ്രം തന്നാലേ തരുവുള്ളൂ എന്ന് പറഞ്ഞില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതവിടെ വിടുക. ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ സമരം ചെയ്യാൻ വരുന്ന ആശാ വർക്കറുടെ മാമാരുടെ മുമ്പിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ പ്രയോറിറ്റി എന്താണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എന്താ പ്രയോറിറ്റി? KV തോമസിന് ഡൽഹിയിൽ പോയി സ്വെറ്റർ ഇട്ടിരിക്കാൻ വേണ്ടി 11,30,000 രൂപ യാത്രാഭത്ത കൊടുക്കുന്നു. ഇവർ പറയുന്നത് എന്താ? ഇവരുടെ നേതാക്കന്മാർ പറയുന്നത് എന്താ? ഈ ആശാ വർക്കർമാർ ഡൽഹി പോയി സമരം ചെയ്യട്ടെ എന്ന്. എന്തിനാ ആശാ വർക്കർമാർ പോണേ? ഈ ആശാ വർക്കർമാരുടെ ഉൾപ്പെടെ കേരളത്തിൻ്റെ മുഴുവൻ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാരുമായിട്ട് ലൈസൻ വർക്ക് നടത്തി മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇദ്ദേഹത്തെ നമ്മൾ അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പണി അദ്ദേഹം കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യാത്രാബദ്ധ 3 ഇരട്ടിയും 2 ഇരട്ടിയുമായിട്ട് കൂട്ടിക്കൊടുക്കുകയും ആശാ വർക്കർമാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തെ വിഷയം അതവിടെ നിൽക്കട്ടെ. ഇനി 2, ഇവരുടെ പെരുമാറ്റം. ഏത് പ്രത്യയശാസ്ത്രത്തിൻ്റെയും വളർച്ച ആ പ്രത്യയശാസ്ത്രം പറയുന്ന നേതാക്കന്മാരുടെ പെരുമാറ്റവും കൂടിയാണ്. അത് കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഏത് പ്രത്യയശാസ്ത്രമായിക്കോട്ടെ. പക്ഷേ ഇവിടുത്തെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൽ അവരുടെ നേതാക്കന്മാരുടെ പെരുമാറ്റം ബഹുദൂരം മാറിപ്പോയില്ലേ? എന്താ പറയുന്നത്? ആരോഗ്യ വകുപ്പ് മന്ത്രി അവർ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു സമരം പോലും ചെയ്തിട്ടില്ല. അവർ ഒരു അധ്വാനം ചെയ്ത് ഒരു വിയർപ്പൊഴുക്കിയോ മുദ്രാവാക്യം വിളിച്ചോല്ല മന്ത്രിയായത്. അതൊക്കെ വിട്. അതുകൊണ്ടാണ് അവർക്ക് ഇത് ഈ പറഞ്ഞ സമരം ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ വല്ലാത്ത അസ്കിത വരുന്നത്. അനാവശ്യ സമരമാണെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. ആ ധനകാര്യമന്ത്രി പറയുന്നത് എന്താ? ആരോ ആട്ടി തെളിച്ചു കൊണ്ടുവരുന്ന സമരമാണ് എന്ന് പറയുന്നു. അല്ലേ? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സംഘടനയാണത്. CITUകാർ പറയുന്നത് എന്താ? CITUവിൻ്റെ നേതാവ് പറയുന്നത് ഇവർക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഹരം കയറി പാട്ട പിരിവ് നടത്തുന്ന സംഘടനയുടെ സമരമാണെന്ന്. ശരിയാണ് മാഷേ, ഈ CITക്കാരൊക്കെ പറയുന്നത് ശരിയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വരെ ബക്കറ്റ് പിരിവെടുത്ത് നടന്ന പാർട്ടിയാണ് ഇവർ അധികാരത്തിൽ വന്നപ്പോൾ ഇവർക്ക് ബക്കറ്റ് പിരിവിൻ്റെ ആവശ്യമില്ല. ഇവർക്ക് മാസപ്പടി കൃത്യമായിട്ട് കിട്ടുന്നത് കൊണ്ട് ഇവരുടെ കാര്യങ്ങൾ സുഭിക്ഷമായിട്ട് നടക്കുന്നു. അപ്പോൾ ഈ പാട്ട പിരിവെടുത്ത് 10ഉം 15ഉം അല്ലെങ്കിൽ 5ഉം 2ഉം രൂപയൊക്കെ വെച്ച് നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് തിരുവനന്തപുരത്ത് വന്ന് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാ വർക്കർമാർ മോശപ്പെട്ട ആളുകളായിരിക്കാം. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ആഫീസുകളുടെ മുമ്പിൽ പോയി സമരം ചെയ്താൽ നിങ്ങളുടെ പ്രശ്നം തീരുവോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇറക്കിയ സർക്കുലർ നിങ്ങൾ പിൻവലിക്കോ? സംസ്ഥാന സർക്കാർ ഇറക്കിയ സർക്കുലറിൽ പറയുന്നത് എന്താ? ജോലിക്ക് ഹാജരാകാത്ത ആശാ വർക്കർമാരെ പിരിച്ചുവിടുമെന്നുള്ള ഭീഷണിയല്ലേ? അല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ജോലി ചെയ്യാത്ത ആശാ വർക്കർമാരെ നിങ്ങൾ സംരക്ഷിക്കോ? ഇല്ല. അപ്പം നിങ്ങൾക്കിതിൽ കൃത്യമായിട്ട് നിലപാടില്ല. ഒന്നാമത്തെ കാര്യം. അടുത്തത്, ഇവിടെ മന്ത്രി കഴിഞ്ഞ ദിവസം കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. മന്ത്രിയുടെ വീട്ടിൽ ചെന്നപ്പോൾ സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മന്ത്രിയുടെ വീട്ടിലെ CCTV കണ്ടു കിട്ടിയോന്നും കൂടി പ്രകാശ് മാസ്റ്റർ ഈ ചർച്ചകളൊന്ന് പറയണം. കാരണം ഈ ആശാ വർക്കർമാർ ചെന്നപ്പോൾ അവരെ ആട്ടിപ്പായിച്ച ആളാരാന്ന് ഇതേവരെ കണ്ടെത്താൻ കേരളത്തിലെ ഈ ഹൈടെക് കാലഘട്ടത്തിൽ സാധിക്കുന്നില്ല. അതിൻ്റെ ഉത്തരം പറയണമല്ലോ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 1957 മുതൽ 2016 വരെ 1,67,000 കോടിയായിരുന്നു കേരളത്തിൻ്റെ പൊതുകടമെങ്കിൽ ഇന്ന് അത് 5 ലക്ഷം കോടിയിലേക്ക് വർദ്ധിക്കുന്നു. ഏത് സാധാരണക്കാരന് എന്ത് നന്മ ചെയ്തിട്ടാണെന്നും കൂടി പറയണം. വൻകിട പദ്ധതികളൊന്നും കാര്യമായിട്ട് വന്നായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിത്യ ചെലവ് വർദ്ധിക്കുന്നു. 2016 1 കിലോ അരിക്കുള്ള വിലയല്ല ഇന്ന് 2025. നിങ്ങൾ വൈദ്യുതി ചാർജ്, വെള്ളക്കാരം, അതുപോലെ വീട്ടുകാരം, ഭൂമിക്കാരം എല്ലാം വർദ്ധിപ്പിക്കുന്നു. അല്ല, ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നത് കൂടാതെ പെട്രോളിയം സെസ്സും വർദ്ധിപ്പിക്കുന്നു. ഇതെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ഇവരുടെ ജോലി 5 ജോലികളിൽ നിന്ന് 35 വർദ്ധിപ്പിച്ചു കൊടുത്ത ഒരു സർക്കാർ, നിങ്ങളുടെ ആരോഗ്യ വകുപ്പിന്റെ സകല മേന്മകളും മന്ത്രി അടക്കമുള്ള ആളുകൾ മേനി നടിക്കുമ്പോൾ അതിന്റെ മുഴുവൻ നുഖവും വെച്ച് കെട്ടിക്കൊടുക്കുന്നത് ഈ ആശാ വർക്കർമാരുടെ ചുമലിലല്ലേ? അതുകൊണ്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഈ സർക്കാരിന്റെ ചാലക ശക്തിയായിട്ട് ഇവരെ കൊണ്ട് പണിയെടുപ്പിച്ചതിന്റെ കൂലി 3-4 മാസം കഴിയുമ്പോൾ കുടിശ്ശിയാകുമ്പോൾ ചോദിക്കുന്നവർ മോശക്കാരാകുന്നു. അവർക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ ഹരമാകുന്നു എന്ന് തൊട്ട CITU ഈ നിലപാടെടുത്തത്. അങ്ങനെയാണെങ്കിൽ അജിംസ് ചോദിച്ച ചോദ്യം തന്നെയാണ് എനിക്ക് പ്രകാശ് മാസ്റ്ററോടും ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്തു? എന്തുകൊണ്ട് കർണാടകയിൽ ഇടത് യൂണിയനുകൾ സംസ്ഥാന സർക്കാരിനെതിരെ സമരം ചെയ്യുന്നു? അവിടങ്ങളിലുള്ള ഇടത് യൂണിയനുകൾ മുഴുവൻ കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ പോയി അല്ലേ സമരം ചെയ്യേണ്ടത്? ഇനി അതെല്ലാം വിടാം. ഈ കാലം വരെ ഈ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് പുറത്ത് വന്ന് സമരം ചെയ്യുന്നതിന് മുമ്പ് വരെ നിങ്ങൾ KV തോമസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയോ അതിനു മുമ്പത്തെ സമ്പത്ത് എന്ന് പറഞ്ഞ പ്രത്യേക പ്രതിനിധിയോ കേരളത്തിലെ ആശാ വർക്കർമാരുടെ ഓണറേറിയം കൃത്യമായിട്ട് കൊടുക്കാനും കൂട്ടിക്കൊടുക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടോ KV തോമസ്? അങ്ങനെ ഒരു പണിയും ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങൾ 6 ലക്ഷത്തിൽ നിന്ന് 11.5 ലക്ഷമായിട്ട് യാത്രാഭത്ത വർദ്ധിപ്പിക്കുന്നു. PSC ബോർഡ് മെമ്പർമാരെ വർദ്ധിപ്പിച്ചല്ലോ. അത് 2016 മുതലുള്ള ജുഡീഷ്യൽ പേ കമ്മീഷൻ അനുസരിച്ചാണ് വർദ്ധിപ്പിക്കുന്നതെന്ന്. ഒരു മര്യാദ വേണ്ടേ? എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? ഈ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് പുറത്ത് കഞ്ഞി വെച്ച് സമരം ചെയ്ത് കിടക്കുമ്പോൾ PSC മെമ്പർമാർക്ക് നിങ്ങൾ ഇതെല്ലാം കൊടുക്കുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഒരൊറ്റ കേസ്
നേരാമണ്ണം വാദിച്ച് ജയിക്കാൻ അറിയാത്ത വക്കീലന്മാർക്ക് നിങ്ങൾ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തില്ലേ? പ്ലീഡർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തില്ലേ? നല്ല കേസ് എന്തെങ്കിലും വന്നാൽ ഇവന്മാർ തോറ്റു കൊടുക്കും, അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് കൊള്ളാവുന്ന വക്കീലന്മാരെ ഇറക്കി വാദിക്കേണ്ടി വരും. അങ്ങനെ ഗതികെട്ട ഒരു സംവിധാനത്തിന് നിങ്ങൾ കാശ് കൂട്ടി കൊടുക്കുന്നു. നിങ്ങളുടെ പ്രയോറിറ്റി എന്താ? ഈ സർക്കാരിന്റെ പ്രയോറിറ്റി, സമരക്കാരുള്ള ഈ സർക്കാരിന്റെ നിലപാട്, ഈ പാർട്ടിയുടെ നിലപാട്, അവിടെയാണ് പ്രശ്നം. ആളുകളോട് അനുകമ്പാപൂർവ്വം ഇടപെടാൻ, അനുതാപപൂർവ്വത്തോടെ പെരുമാറാൻ സമരത്തോടുള്ള നിലപാട് അവരുടെ പെരുമാറ്റം. ശ്രീ പ്രിന്റു, ഈ കേരളത്തിലെ ആശാമാരുടെ പുനർവിന്യാസം, അവർക്ക് കൂടുതൽ ചുമതല നൽകിക്കൊണ്ട് ചുമതലകൾ വിതരണം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പുനർവിന്യാസം, അവർക്ക് ഘട്ടം ഘട്ടമായി അവരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത്, ഇതൊക്കെ കേരളത്തെ സഹായിക്കുന്നത് മറ്റൊരു രീതിയിൽ കൂടിയാണ്. ഒരു വലിയ മഹാമാരിയുടെ കാലത്ത് ഗംഗയിലും യമുനയിലും ഒക്കെ മൃതദേഹങ്ങൾ ഒഴുകി നടന്നപ്പോൾ കേരളത്തിൽ അതുണ്ടായില്ല. അത് എങ്ങനെ ഫലപ്രദമായി ആശമാരെ വിനിയോഗിക്കാം എന്നുകൂടി കേരളം കാണിച്ചു കൊടുത്തതിൻ്റെ ഫലമാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ആശമാരെ അങ്ങനെ അവരെ കൃത്യമായി വിനിയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിനൊന്ന് യൂണിഫൈ ചെയ്യണ്ടേ? ഇവരെ ജീവനക്കാരോ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണ്ടേ? ഞങ്ങൾ ഇത് വളണ്ടിയർമാരായിട്ട് തുടങ്ങിയതാണ് എന്ന് കോൺഗ്രസിന് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ വെറുതെ വളണ്ടിയർമാരായിട്ട് തുടങ്ങിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, അവർ ചെയ്യുന്ന ജോലി വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്രം ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവരേണ്ട, ഒരു നിലപാടുണ്ടാവണം, ഒരു നയം വേണം. അതൊന്നും ഉണ്ടാവുന്നില്ല. അല്ല, ആശാ വർക്കർമാർ ബന്ധപ്പെട്ടിട്ട് കേന്ദ്രത്തിന് കൃത്യമായിട്ടുള്ളൊരു നയരേഖയുണ്ട് സാർ. ഇപ്പം നോക്കൂ, ഇപ്പം നിങ്ങൾ പറയുന്നത് കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്ന്. നോക്കൂ, ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി സർക്കാർ വന്ന് രണ്ടാമത്തെ സർക്കാർ വരുന്നതിന് മുമ്പ് നൽകിയ പ്രകടന പത്രികയിൽ 700 രൂപ നൽകാമെന്ന് പറഞ്ഞത് പിണറായി സർക്കാർ. ഈ 700 രൂപയുമായി ബന്ധപ്പെട്ട് ഇനി 7000 രൂപ നൽകണമെങ്കിൽ നിബന്ധനകൾ വെച്ചത് ഈ സംസ്ഥാന സർക്കാർ. 3 മാസമായി ഹോണറേറിയം മുടക്കിയത് ഈ സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ആശാ വർക്കർമാർ സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെ തന്നെയല്ലേ? പിന്നെ നേരത്തെ പ്രകാശം മാഷ് പറഞ്ഞതുപോലെ വലിയ രീതിയിൽ വ്യത്യാസമൊന്നും സാർ ഈ ദരിദ്രരായിട്ടുള്ള യും കേരളവും തമ്മിൽ വ്യത്യാസമില്ല. ദരിദ്ര നാരായണന്മാരെന്നും ഈ കുപ്പത്തൊട്ടിലാണ് ആളുകൾ കിടക്കും എന്ന് പറയുന്ന ഉത്തർപ്രദേശ് സാർ 5000 രൂപ കൊടുക്കുന്നുണ്ട്. നമ്മളെക്കാൾ ഉയർന്ന പണമാണ് സിക്കിമും തെലുങ്കാനയും കൊടുക്കുന്നത്. പ്രകാശ് മാഷയുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ യു പി കൊടുക്കുന്നത് 500 രൂപയും കേരളം കൊടുക്കുന്നത് 7000 ആണെന്ന്. 1000-ന്റെയും 1500 രൂപയുടെ വ്യത്യാസമേ ഈ ദരിദ്രനാരായണന്മാരുടെ യു പിയും മാനവ വികസന സൂചികയിൽ എല്ലാം തന്നെ 1ാം സ്ഥാനമുള്ള കേരളവും തമ്മിലുള്ളൂ സാർ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇത് എത്രത്തോളമാണ്, ഏതൊക്കെ രീതിയിലാണ് ഇവർ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നതെന്ന്. ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ, ഇത് ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ മാത്രമല്ല സാർ, ഇപ്പോൾ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ, പിന്നെ ഹരിത വർക്കർമാരുടെ കാര്യത്തിൽ സാർ നമ്മൾ മനസ്സിലാക്കേണ്ട, കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം മേടിക്കുന്ന 2500 പേരുണ്ട് സാർ. 2500 പേര് അത് അവകാശപ്പെടുന്നുള്ളൂ. അവർക്ക് 120 രൂപ കൊടുക്കാൻ ഈ സർക്കാരിൻ്റെ കയ്യിൽ സാർ പണമില്ല. 4 മാസമായിട്ട് ആ പണം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേരളത്തിലെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുത്തി വെച്ചിട്ടുള്ള വലിയൊരു വിനയുടെ ഭാഗമായിട്ടാണ് ഈ ആശാ വർക്കർമാർ ഇന്ന് തെരുവീതിയിൽ കിടന്നിട്ട് ഈ രാവും പകലും വെയിലും മഴയും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവരുടെ നിലപാടെന്താണ്? ഒരു കൂട്ടർ പറയുന്നു, ഒരു മന്ത്രി പറയുന്നു കുത്തിയിളകി വന്നവരാണെന്ന്. കുത്തിയിളകി വരാൻ ഇവർ കടന്നലുകളാണോ? മറ്റൊരാൾ പറയുന്നു പാട്ടപ്പിരിവുകാരല്ല സാർ, പാട്ടയിൽ വരുന്ന കൂത്താടികളെ നശിപ്പിക്കുന്നവരാണ് ഈ ആശാ വർക്കർമാർ. മറ്റൊരാൾ പറയുന്നു ഒരു ചൂലുകളാണ്, ഓരോരോ കുറ്റിച്ചൂല് പോലുള്ള സംഘടന. സാർ, ഈ കുറ്റിച്ചൂലുകൾ മുഴുവൻ ഒന്നായി നിന്നിട്ട് പിണറായി വിജയൻ്റെയും സർക്കാരിനെയും അടിച്ചിറക്കേണ്ട സമയമായിരിക്കുന്നു സാർ. അപ്പോൾ കുറ്റിച്ചൂടുകൾ തന്നെയാണ് കേരളത്തിൻ്റെ ശുചീകരണ പ്രവർത്തികൾക്ക് ഇറങ്ങി തിരിച്ചുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പം നോക്കൂ, നമ്മളെ ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയുടെ അങ്ങ് പറഞ്ഞല്ലോ, യു പിയിലും മധ്യപ്രദേശിലും ഒക്കെ ഇങ്ങനെ ഗംഗയിൽ ശവങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുമ്പോൾ സാർ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് ഈ കേരളത്തിലാണ് സാർ. ഏറ്റവും കൂടുതൽ കോവിഡ് വ്യാപനം ഉണ്ടായിക്കൊണ്ട് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഇന്നുള്ളത് സാർ ഈ കേരളത്തിലാണ്. അപ്പോൾ നമ്മൾ കൊട്ടിഘോഷിക്കപ്പെട്ട ആരോഗ്യ മേഖലയിലൊക്കെ കൃത്യമായിട്ടുള്ള ചർച്ച നടത്തുമ്പോൾ നമുക്ക് പലതും പറയേണ്ടി വരും. അപ്പോൾ അത് നിൽക്കട്ടെ, ഇങ്ങനെ ആത്മപ്രശംസ കൊണ്ട് ഇങ്ങനെ കേരളത്തെ മൂടുന്നത് കൊണ്ട്, ഇപ്പം ഞങ്ങൾ കേരളത്തിനെതിരായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങനെ ആൻറ്റി എഗനിസ്റ്റ് കേരള ആളുകളാണല്ലോ. അപ്പോൾ നിങ്ങൾ ആത്മപ്രശംസ കൊണ്ട് മൂടുമ്പോഴും വസ്തുതകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സർക്കാർ ഇതിനകത്ത് പുഴയിൽ ഒഴുകാതിരുന്നത് അല്ല, മരിച്ചവരുടെ കണക്ക് നിങ്ങൾ നിങ്ങൾ മരിച്ചവരുടെ കണക്കും കോവിഡ് ബാധിച്ച് മരിച്ചവരെ ഏത് കണക്കിൽ പെടുത്തിയിട്ടാണ് മരണപ്പെടുത്തിയതെന്നൊക്കെ നമുക്കറിയാമല്ലോ. നിങ്ങൾ NHMന്റെ കണക്ക് പരിശോധിക്ക്. കോവിഡ് ബാധിച്ച് ഏറ്റവും മരിച്ച 2ാമത് സംസ്ഥാനം കേരളമാണ് സാർ. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ NHMുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 24 അവസാനത്തെ വിഹിതമായിട്ടുള്ള 102.5 കോടി രൂപ കൊടുത്തു കേന്ദ്രം. പിന്നെ കേന്ദ്രത്തിന് ഏത് രീതിയിലാണ് കേന്ദ്രത്തിന് കൃത്യമായിട്ടുള്ള NHM എന്ന് പറയുന്ന 10 ലക്ഷം ആശാ വർക്കർമാരെ ബന്ധപ്പെട്ടുള്ള ഒരു നയരേഖയുണ്ട്, ഒരു പോളിസിയുണ്ട്. ആ പോളിസിയുമായി കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ പൊതുജന ആരോഗ്യം എന്ന് പറഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സാർ. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? അപ്പം നമുക്ക് രാവും പകലും കഷ്ടപ്പെടുന്ന ഇവരെ അധിക്ഷേപിക്കുന്നു. അങ്ങ് നേരത്തെ പറഞ്ഞ ഈ പ്രകാശ് മാഷ് പറഞ്ഞ പോലെ കൂലി, അങ്ങനെ ഒരു സംവിധാനമേ, അങ്ങനെ ഒരു വേജിൻ്റെ പട്ടികയിലെ ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല.
നമ്മൾ കൂലി എന്ന് പറയാൻ പോലും പറ്റില്ല സാർ. അങ്ങനെ ഒരു വേജ് പട്ടികയിൽ പെടുത്തുകയാണെങ്കിൽ ഇവർക്ക് കിട്ടുന്ന വിഹിതം 700 രൂപയാണോ? 1000 രൂപയിൽ കൂടുതൽ ഡെയിലി വേജ് കേരളത്തിലെ സർവ്വസാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കുണ്ട്. അതിൻ്റെ ഒരു ആനുകൂല്യം ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ കേരളത്തിൻ്റെ വലിയ ആരോഗ്യ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് കോട്ട പോലെ നമ്മുടെ ആരോഗ്യ മേഖലയിലെ ബ്രിഗേഡിയർമാരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ പച്ചയ്ക്ക് അവഹേളിക്കുന്നു. അതല്ലേ നോക്കൂ, അതും നോക്കൂ, CITU പോലെയുള്ള സമരം ഇവർ ചെയ്ത ആദ്യത്തെ ഒരു കാര്യം, 25,000 പേരാണ് ഇതിനകത്തുള്ളത്. അതിൽ 20,000 പേരും CITUവിലാണ്. ആ 20,000 CITUവിൻ്റെ ആളുകളെ നിശബ്ദരാക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് വരണ്ട. ഇങ്ങനെ തിട്ടൂരം പുറപ്പെടുവിച്ചുകൊണ്ട് CITU എന്ന് പറയുന്ന സംഘടന സത്യത്തിൽ ഇവിടുത്തെ തൊഴിലാളികൾക്ക് മുഴുവൻ ശാപമായിക്കൊണ്ട് തൊഴിലാളികൾക്ക് മുഴുവൻ ഒറ്റുകാരായി മാറിയിരിക്കുന്നു സാർ ഇവിടെ. അപ്പൊ നോക്കൂ, ഒരു സമരത്തിന് പകരം മറ്റൊരു സമരം തുറക്കുക, അതാണോ അതിൻ്റെ ശരി? അപ്പം നിങ്ങൾ പൊതുവല്ലവിയായിട്ടുള്ള കേന്ദ്രത്തിൻ്റെ ആരോപണമൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് കേന്ദ്ര വിഹിതമൊക്കെ കൃത്യമായി കിട്ടിയത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു കാര്യമൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് കേന്ദ്രത്തിൻ്റെ നിലപാട് NHMനെ സംബന്ധിച്ച് കൃത്യമാണ്. കേരളമാണ് പ്രശ്നം, കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് കെടുകാര്യസ്ഥയാണ് പ്രശ്നം, കേരളത്തിൻ്റെ അമിതമായിട്ടുള്ള അവകാശവാദങ്ങളാണ് പ്രശ്നം. അതുകൊണ്ട് തൊഴിലാളി നേരത്തെ ജിൻഡോ പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്രപരമായിട്ട് CPM ഇന്ന് അകപ്പെട്ടിട്ടുള്ള വലിയൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു ആക്കം കൂടിയാണ് ഇന്ന് തൊഴിലാളികൾക്കെതിരെ തൊഴിലാളി പ്രസ്ഥാനം മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ സാധിക്കുന്നത്. ശരി, ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, ഈ പൊതുജനാരോഗ്യം എന്നുള്ളത് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കേന്ദ്ര പദ്ധതി ഉണ്ട്, NHM, അവരുടെ വളണ്ടിയർമാരുണ്ട്. പക്ഷെ നിങ്ങളാണ് പ്രകടന പത്രികയിൽ അവർക്ക് 700 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത്. നിങ്ങളാണ് അവരുടെ തൊഴിലിനെ പുനർവിന്യസിച്ച് അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇവരുടെ ഈ ആവശ്യത്തെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറില്ല, വേറെ എവിടെയെങ്കിലും പോയി സമരം ചെയ്തോളണം, ഇത് പാട്ടപ്പിരിവ് സമരമാണ്, അരാജക സമരമാണ് എന്നൊക്കെ അധിക്ഷേപിക്കുന്നത് നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടിയാണെന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്. അതുകൂടി ഓർക്കണം. നിങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് ജനങ്ങളുടെ മുമ്പിൽ. ഇതിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്ന്, പല്ലിക്ക് ഞങ്ങളാണ് ഉത്തരം താങ്ങുന്നത് എന്ന് വിശ്വസിക്കാൻ അവകാശമുണ്ട്. പക്ഷെ പല്ലി അല്ലല്ലോ ഉത്തരം താങ്ങുക. 25,125 പേരുള്ള കേരളത്തിലെ അംഗൻവാടി വർക്കേഴ്സിൽ, ആശാ വർക്കേഴ്സിൽ ആകെ 3000-ൽ താഴെ ആളുകളുള്ള ഒരു സംഘടനയാണ് ഈ സമരം നയിക്കുന്നത്. അവരാവട്ടെ അവരെ നയിക്കുന്നത് ഒരു പറ്റം UDF രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള ആശാവർക്കർമാരാണ്. അവർ കൈകാര്യം ചെയ്യുന്നത് ആശാവർക്കർമാരുടെ പേരിൽ LDF വിരുദ്ധ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് അത് തുറന്നു പറയാതിരിക്കാൻ ഒരു കാരണവശാലും നിവൃത്തിയില്ല. ഇവിടെ 7,000 രൂപയ്ക്ക് കണ്ടീഷനുണ്ട്, ഒരു കണ്ടീഷനുമില്ല. 7,000 രൂപയ്ക്ക് റെമ്യൂണറേഷൻ കിട്ടുന്നതിന് ഒരു കണ്ടീഷനുമില്ല, റെമ്യൂണറേഷൻ തന്നെയാണ്. പിന്നെ ഈ ചർച്ച ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് 20-ലേറെ ഡ്യൂട്ടികൾ NHM ആശാവർക്കർമാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഉത്തരവ് വേണമെങ്കിൽ വായിക്കാൻ കഴിയും. 20-ലേറെ ഡ്യൂട്ടികൾ നിശ്ചയിച്ചും അതിൻ്റെ റെമ്യൂണറേഷൻ നിശ്ചയിച്ചത് ഞങ്ങളല്ല, അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് നിശ്ചയിച്ചതെന്ന് പറയണ്ട. പിന്നെ കഴിഞ്ഞ 12 മാസമായിട്ട് ഒരു ഉറുപ്പിക ഇവർക്ക് കൊടുക്കേണ്ട റെമ്യൂണറേഷനിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. കൊടുത്തു എന്ന് വെറുതെ പറഞ്ഞാൽ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ഇവിടെ പിന്നെ ആശക്കാരുടെ എണ്ണത്തിൽ കുറവ് വരുത്തി ഈ ഗവൺമെൻറ് ഒരു കുറവും വരുത്തിയിട്ടില്ല. പിന്നെ നിങ്ങൾ മിണ്ടായിരിക്കുന്നത്, നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേട്ടില്ലേ, അവിടെ എഴുതി വെക്ക്, എനിക്ക് പറയാനുള്ള മറുപടി നിങ്ങൾ പിന്നെ പറഞ്ഞു. പിന്നെ കുടിശ്ശിക കൊടുക്കാനുള്ള തീരുമാനം വന്നിട്ട് 10 ദിവസം കഴിഞ്ഞു. സമരം നടത്തി എന്തോ വലിയ നേട്ടം, എന്തോ വലിയ അതിലൊരു ക്ലാരിറ്റി ഉണ്ട്. കേന്ദ്രം കൊടുക്കാനുള്ള വിഹിതം കേന്ദ്രം നേരിട്ട് കൊടുക്കുന്നു, ബാക്കി നിങ്ങൾ കൊടുക്കുന്നു, അങ്ങനെയാണോ? ഒരു നിമിഷം പ്ലീസ്, പരസ്പരം സംസാരിക്കല്ലേ. പ്രകാശ് മാസ്റ്റർ, കേന്ദ്രം കൊടുക്കാനുള്ള വിഹിതം അവർ നേരിട്ട് കൊടുക്കുന്നു, നിങ്ങൾ കൊടുക്കാനുള്ള നിങ്ങൾ കൊടുക്കുന്നു, അങ്ങനെയാണോ ആശാവർമാർക്ക് ഓണറേറിയം കൊടുക്കുന്നത്? അയാളോട് മിണ്ടായിരിക്കാൻ പറ. 3000 രൂപയാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം. ആ വിഹിതത്തിൽ ഒരു ഉറുപ്പിക പോലും ഈ കഴിഞ്ഞ 11 മാസമായിട്ട് ഈ ഇനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അത് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട്, കൊടുത്തിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. പിന്നെ ഇവിടെ കുടിശ്ശിക കൊടുക്കാനുള്ള തീരുമാനം എന്തോ ഈ സമരം നടത്തിയിട്ട് നേട്ടമുണ്ടാക്കി എന്ന് പറയാൻ മാധ്യമങ്ങൾ പറയുന്നതാണ്. ആ തീരുമാനം മന്ത്രി പറഞ്ഞിട്ട് 10 ദിവസക്കാലം കഴിഞ്ഞു. എന്തോ കുടിശ്ശിക കൊടുക്കാൻ തീരുമാനിച്ചതല്ല ഇപ്പം പറഞ്ഞ പോലെ. പിന്നെ പ്രകടന പത്രിക, ഞാൻ ചോദിക്കട്ടെ, പ്രകടന പത്രികയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ഈ കേരളത്തിലെ LDF ഗവൺമെൻറ് അത് പറയതാ? ഇന്ത്യയിലെ എല്ലാ ഗവൺമെൻറ്റുകളും പ്രകടന പത്രിക കൊടുക്കുന്നുണ്ടല്ലോ. ഒരു ഗവൺമെൻറ് പ്രകടന പത്രിക പറഞ്ഞ കാര്യം ഇന്നതുപോലെ ചെയ്തുവെന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് കൊടുത്ത ഒറ്റ ഗവൺമെന്റ്. അംഗനവാടി വർക്കേഴ്സിനെയും ആശാ വർക്കർമാരുടെയും ചോദ്യത്തിന് 0 മാർക്കാണ് ഉത്തരം ആ പ്രോഗ്രസ് കാർഡിൽ. അല്ല, 700 രൂപ കൊടുക്കുന്ന കഴിഞ്ഞ ഒക്ടോബറിൽ 1000 കൊടുത്തത്. 700 രൂപ കൊടുക്കുന്ന പ്രകടന പത്രിക പറഞ്ഞെങ്കിൽ കഴിഞ്ഞ 2024 ഒക്ടോബറിൽ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. 700 രൂപ ഒരു മാസം ഉയർത്തുന്നതാണ് പറഞ്ഞത്, ഒരു ദിവസം കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഒരു നിമിഷം, 700 രൂപ ഒരു ദിവസം കൊടുക്കുന്നതാണ് പറഞ്ഞത്, ഒരു മാസം കൊടുക്കുന്നതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷത്തിലെ 24 ഒക്ടോബറിൽ കൊടുത്തിട്ടുണ്ട് 1000 രൂപ വർധന ഞാൻ പറഞ്ഞേ. 700 രൂപ വർദ്ധിപ്പിക്കുന്നതാണോ പ്രതിദിനം 700 കൊടുക്കുന്നതാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ പ്രകടന പത്രികയെ കുറിച്ചാണ് ചോദിക്കുന്നത്.
700 രൂപ മാസം വർദ്ധിപ്പിക്കുമെന്നാണോ 700 രൂപ ഒരു ദിവസം കൊടുക്കുമെന്നാണോ അല്ല, പറഞ്ഞത്? പ്രകടന പത്രിക ആകെ നടപ്പാക്കാതിരിക്കാനാണല്ലോ BJPയും കോൺഗ്രസും നിങ്ങളെല്ലാം ചേർന്ന് ശ്രമിക്കുന്നത്. ഇവിടെ പിന്നെ ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് പൈസ കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്, കൊടുക്കാൻ അനുവദിക്കാതിരിക്കാനാണല്ലോ കേന്ദ്രം പണിയെല്ലാം ചെയ്തെന്ന്. അവൻ അംഗൻവാടിക്കാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നു പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കാനാണല്ലോ നിങ്ങൾ പണി ചെയ്യുന്നത്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എല്ലാ 5 കൊല്ലം കൂടുമ്പോഴും സംസ്ഥാന സർക്കാർ ശമ്പള കമ്മീഷൻ നിശ്ചയിക്കാറുണ്ട്. ഈ ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളെ കഴുത്ത് ജനിക്കുകയാണ്, ഈ തവണ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കില്ല 2024-25 എന്ന് നിങ്ങൾ പറയോ? ഇതെല്ലാ കാലത്തും ഈ ഭരണകൂട ശക്തികൾ നിർവഹിക്കുന്ന ഒരു പണിയാണ്. തൊഴിലില്ലാത്തവൻ പണി മുടക്കുമ്പോൾ, സമരം ചെയ്യുമ്പോൾ തൊഴിലുള്ളവരെ അവർക്കെതിരായി തിരിച്ചുവിടും. താഴ്ന്ന ശമ്പളമുള്ള തൊഴിലാളികൾ പണി മുടക്കുമ്പോൾ ഉയർന്ന ശമ്പളക്കാർക്കെതിരായിട്ട് അവരെ തിരിച്ചുവിടും. ഇപ്പം നിങ്ങൾക്കുള്ള വേദന നിങ്ങളുടെ അവിടെയുള്ള ക്യാമറാമാന് അല്ലല്ലോ. അല്ലല്ല പ്രകാശ്, അത് ആളുകളുടെ വേതനത്തിലുള്ള വ്യത്യാസമല്ല എന്റെ ചോദ്യം. നിങ്ങൾ ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുന്നുണ്ടോ? അവർക്കൊരു മുഴുവൻ സമയ ജോലിയാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആശാ വർക്കർമാർ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാണ്. അവർക്ക് ശമ്പളമില്ല, റെമ്യൂണറേഷനാണ്, പ്രതിഫലമാണ്. ഞാൻ ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടല്ല ഇക്കാര്യത്തിൽ ചോദിക്കുന്നത്. CPM-നും CIT-നും ഇവർ ചെയ്യുന്ന ഒരു മുഴുവൻ സമയം ജോലിയാണെന്നും അതിന് മാന്യമായ കൂലി വേണമെന്നുള്ള അഭിപ്രായം ഉണ്ടോ എന്നാണ്. ഞങ്ങൾ നേരത്തെ ആൾക്കാർ പറഞ്ഞ് CIT സമരം നേരത്തെ അതിനു വേണ്ടിയാണല്ലോ. ഡൽഹിയിൽ നടത്തിയ സമരം ഇവരെ സ്ഥിരം ജീവനക്കാരാക്കണമെന്ന്, ഇവർക്ക് ശമ്പളം നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അതിനകത്ത് സംശയമുള്ളത്. പക്ഷെ അത് കേരള ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല, അത് കേന്ദ്രം ചെയ്യേണ്ട കാര്യമാണ്. അത് കേരളം ചെയ്യണമെന്ന് പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ ഏറ്റവും മികച്ച കൂലി വാങ്ങുന്ന സ്റ്റേറ്റ് കേരളമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല, ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനായിട്ടുള്ള നിതി ആയോഗാണ്. അത് മനസ്സിലാക്കണം. അത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യമല്ല. പിന്നെ PSC മെമ്പർമാരുടെ ശമ്പളം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുള്ള പ്രകടന പത്രികയിൽ 700 രൂപ എന്നുള്ള വാഗ്ദാനം ഞങ്ങൾ അത് നടപ്പാക്കുന്നില്ല, ഞങ്ങൾ അത് പിൻവലിക്കുന്നു എന്ന് അവരോട് പറയണം. കാരണം നിങ്ങൾ അവരെ തൊഴിലാളികളായി കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഭരിക്കുമ്പോൾ 700 രൂപയെങ്കിലും ഒരു ദിവസം കൂലി കൊടുക്കണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളിൽ പണമില്ല, ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറയണം. ജനങ്ങളോട് എന്ത് പറയണമെന്ന് മീഡിയ നമ്മളെ പഠിപ്പിക്കണ്ട. അങ്ങനെയല്ല, നിങ്ങളുടെ പ്രകടനത്തിൽ എഴുതി വെച്ച കാര്യമാണ്, അതിന് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ പറയുകയാണ് അന്ന് കേന്ദ്രം പണം തരുന്നില്ല, കേന്ദ്രം വർദ്ധിപ്പിക്കണം. നിങ്ങൾ കേന്ദ്രം പണം തന്നാൽ 700 കൊടുക്കാമെന്നല്ല നിങ്ങൾ പറഞ്ഞത്. കേന്ദ്രത്തിന്റെ വിഹിതം വർദ്ധിപ്പിച്ച് 700 രൂപ കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ആണോ പ്രകാശ് മാസ്റ്റർ? ഞങ്ങളെ ജനങ്ങളോട് പറഞ്ഞോളുന്നു, അത് വിശദീകരിക്കാൻ ഞങ്ങൾക്കറിയാലോ. ശരി, ഇപ്പൊ 2500 രൂപ ആക്കിയിട്ട് ഞങ്ങൾ റബ്ബറിന്റെ വില വർദ്ധിപ്പിക്കുന്നു പറഞ്ഞു. ഞങ്ങൾ ജനങ്ങളോട് പറയും എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന്. അത് കഴിയാതിരിക്കാൻ BJP കോൺഗ്രസും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ല. അത് പറയേയില്ല, ചെയ്തില്ല എന്ന് മാത്രം പറയാണ്. ചെയ്യാൻ മനസ്സിലാത്തോണ്ട്, ചെയ്യാൻ വിടാത്തോണ്ടാണ്. അത് നിങ്ങൾ പറയില്ല, ചെയ്യില്ല അത് നിങ്ങൾ പറയും. ശ്രീമതി മിനി, പ്രകാശ് മാസ്റ്റർ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം റിയലാണ്. പ്രകാശ് മാസ്റ്റർ പറയുന്ന പ്രശ്നം റിയലാണ്. ഈ സർക്കാർ കേന്ദ്ര സർക്കാരിൽ നിന്ന് കടുത്ത സാമ്പത്തിക ഉപരോധം നേരിടുന്നുള്ളത് വസ്തുതയാണ്. അവർ പറഞ്ഞ കാര്യങ്ങൾ കുറേ അധികം ചെയ്തിട്ടുണ്ട്. ഈ പിണറായി വിജയൻ സർക്കാർ നിങ്ങൾ സമരം ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും പിണറായി വിജയൻ സർക്കാർ നിങ്ങൾക്ക് വേതനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്നതോടൊപ്പം, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി CIT പോലുള്ള സംഘടനകൾ ഡൽഹിയിൽ സമരം ചെയ്യുന്നതോടൊപ്പം അവർക്കത് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള കൺസ്ട്രെയിൻസ് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? ചോദ്യം ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡുകൾ വളരെ ശരിയാണ്. അതിനകത്തുനിന്ന് പിന്നോക്കം പോകേണ്ടുന്ന കാര്യമില്ല. ഇവിടെ പ്രകാശൻ മാസ്റ്റർ കുറച്ചധികം കാര്യങ്ങളിങ്ങനെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് തന്നെ വ്യക്തതയില്ല എവിടെയാണ് ഈ ചർച്ചയെ കൊണ്ടെത്തിക്കേണ്ടതെന്ന്. നിങ്ങൾക്ക് 232 രൂപ കൂലി വാങ്ങുന്ന, അത് വല്ലപ്പോഴും കൂലി കൊടുക്കുന്ന ആളുകളായി ഈ ആശാ വർക്കർമാരെ എത്ര കാലം നിലനിർത്താൻ പറ്റും? അതും കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ സമരങ്ങളെ ആക്ഷേപിക്കുന്നത്, അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറയുന്നത്, ഒളിവിലെ ഓർമ്മകളൊക്കെ വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയൊക്കെ ഒളിവിലൊക്കെ ഇരുന്ന് വളരെ നാമമാത്രമായ ആളുകളുമായിട്ട് തുടങ്ങിയ ഈ പ്രസ്ഥാനം എപ്പോഴാണ് വലിയ ആൾക്കൂട്ടമൊക്കെ ആയി മാറിയെന്ന് മറക്കരുത്. അത് ചരിത്രം മറക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ബംഗാളൊക്കെ ഓർമ്മ വേണമെന്ന് മാത്രമേ എനിക്കതിന് പറയാനുള്ളൂ. അതുകൊണ്ട് ആൾക്കൂട്ടത്തെയും എണ്ണത്തെയും കുറിച്ചൊന്നും പറഞ്ഞ് പേടിപ്പിക്കേണ്ട. ഒരു സംഘടന ഉയർത്തുന്ന നിലപാടാണ് പ്രധാനം. ആ നിലപാടില്ലായ്മയാണ് CIT എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രകാശ് മാസ്റ്റർ പോലുള്ള മുതിർന്ന ആളുകൾക്ക് സംസാരിക്കേണ്ടി വരുന്നത്. സമരങ്ങളെ ആക്ഷേപിക്കുന്നത്, സ്ത്രീ തൊഴിലാളികൾ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഇളകുന്നവരാണെന്ന് പറയുന്നത്. എത്ര അശ്ലീലമായ പദപ്രയോഗങ്ങളാണ് നിങ്ങൾ നടത്തുന്നത്.
ഇന്നലെ വീടുകൾ കയറി നിങ്ങൾ ആളുകളെ ഭയപ്പെടുത്തുകയാണ്. സ്ത്രീകൾ അവിടെ നിന്ന് ഓടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു ഞങ്ങൾ. നേതാക്കന്മാർ വീടുകളിൽ ചെന്ന് ആശാവർക്കർമാർ സമരത്തിന് പോരെന്ന് പറയുമ്പോൾ വീട്ടമ്മമാർ ഓടിക്കുന്നത് ഞങ്ങൾ കണ്ടു. ദയവ് ചെയ്ത് നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനൊന്നും മുതിരരുത്. ഞങ്ങൾക്ക് വിഷമമുണ്ട്. അതുകൊണ്ട് ദയവ് നിങ്ങൾ യാഥാർത്ഥ്യങ്ങളെ കാണാൻ ശ്രമിക്കുക. ഈ കള്ളങ്ങളുടെ കോട്ട എത്ര കാലം വെച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ജീവിക്കും? അതുകൊണ്ട് സത്യസന്ധമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആശാവർക്കർമാരെ ഒരു പൈസയും കൊടുക്കാതെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് കേരള ഗവൺമെൻറ്റാണ്. എന്നിട്ട് മന്ത്രി കള്ളം പറയുക, മരവിപ്പിച്ചിട്ടേ ഉള്ളത്. ഉത്തരവുണ്ട് സാർ, ഉത്തരവുണ്ട്. നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വളച്ചൊടിച്ച് ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ട് ഈ സമരം തുടങ്ങി 18 ദിവസമായി. നിങ്ങൾ ഒറ്റ പോയിന്റ് അല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? കേന്ദ്രം കേന്ദ്രം കേന്ദ്രം. ഇപ്പോൾ 3 മാസത്തെ ഓണററി ഇൻസെൻറ്റീവും കൊടുക്കേണ്ടി വന്നല്ലോ. എന്തുകൊണ്ടാണ്? അപ്പോൾ സ്ഥിരമായി കുടിശ്ശിക വരുത്തുക, പണി ചെയ്തിട്ട് കൂലി കൊടുക്കാതിരിക്കുക. എത്ര മോശപ്പെട്ട കാര്യമാണത്. ആശാവർക്കർമാരെ കുറിച്ച് വളരെ മോശമായി പറയുന്നത്. അവർ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള സ്ത്രീകളാണ്. ഒരുപക്ഷെ ഒരു വാഗ്വാദത്തിൽ വന്നാൽ നിങ്ങളെക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളാണ്. ഇന്നൊരു നേതാവ് പ്രസംഗിക്കുന്നത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. കുറച്ച് മുക്കുവ സ്ത്രീകളെ കൊണ്ടുവന്ന് ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 500 രൂപ കൊടുത്ത് ഇരുത്തിയിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലണം. അവർ പങ്കായം കൊണ്ട് നേരിടും ഇത്തരം പദപ്രയോഗങ്ങൾ. അപ്പോൾ ഇതൊക്കെ വളരെ സൂക്ഷിച്ച് നിങ്ങൾ സംസാരിക്കണം. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് അവരെ ആക്ഷേപിക്കുന്നത്? അപ്പം നിങ്ങളുടെ നേതാക്കൾ ഓരോരുത്തരായി ഓരോ ദിവസം വന്ന് പത്രമാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മനസ്സിലാകാത്തതുകൊണ്ടല്ല, മറിച്ച് മര്യാദ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളത് വേണ്ടാതിരിക്കുന്നത്. പിന്നെ സമരം ചെയ്യുന്ന ആളുകളെ കുറിച്ച് പ്രകാശൻ മാസ്റ്റർ ആരോഗ്യ മേഖലയിൽ എന്ത് വിഷയം ചെയ്തിട്ടാണ് ഇവിടെ അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്? അപ്പോൾ നേതാക്കളെയൊക്കെ അപഹസിക്കുന്നതിന് ഒരു പരിധിയുണ്ട് സാർ. ഒരു പരിധി കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ജിൻഡോ ജോൺ, ഈ സമരത്തെ CITU എളമരം കരീമൊക്കെ വിശേഷിപ്പിച്ചത് പെമ്പിളി ഒരുമ സമരത്തോടാണ്. ഈ പെമ്പിളി ഒരുമ സമരം നടക്കുമ്പോൾ കേന്ദ്രം ഭരിച്ചത് മോദിയായിരുന്നു. അന്ന് കേരളം ഭരിക്കുന്ന ഉമ്മൻചാണ്ടിയാണ്. ആ സമരത്തോട് ഉമ്മൻചാണ്ടിയും ആ സർക്കാരും സ്വീകരിച്ച സമീപനം നമ്മൾ കണ്ടതാണ്. ആ സമരം ചരിത്ര വിജയമായി മാറിയത് സർക്കാർ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. സമരത്തെ കേൾക്കുക എന്നുള്ളത് ഒരു ഭരണകൂടത്തിൻ്റെ ബാധ്യതയല്ലേ? തീർച്ചയായിട്ടും അജീം സാഹിബ്, സമരത്തെ കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളെ വിമർശിക്കുന്നവരുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയുണ്ടോ, അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് കേൾക്കണ്ടേ? അതിന് പകരം അവരെ കുറ്റിച്ചൂലെന്ന് ആക്ഷേപിക്കുന്ന CITUവിൻ്റെ നേതാക്കന്മാർ, CPMൻ്റെ നേതാക്കന്മാർ. ഞാൻ ഒരു കാര്യം പറയാം. ഈ LDF കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം അനുവദിക്കാത്തത് കൊണ്ടാണ് ഇവർ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിപ്പിക്കാത്തത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അംഗൻവാടി അല്ലെങ്കിൽ ഈ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാത്തതെന്ന് പറയാം. ഞങ്ങൾ അനുവദിച്ചത് കൊണ്ടാണോ നിങ്ങൾ PSC മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തത്? ഞങ്ങൾ അനുവദിച്ചുകൊണ്ടാണോ നിങ്ങൾ KV തോമസിന്റെ ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുത്തത്? യാത്രാപത്യം ഞങ്ങൾ അനുവദിച്ചുകൊണ്ടാണോ ഗവൺമെന്റ് പ്ലീഡർമാർക്ക് നിങ്ങൾ വലിയ തുക ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തത്? ഞങ്ങൾ അനുവദിച്ചുകൊണ്ടാണോ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളവും തൊഴുത്തും ലിഫ്റ്റും ഒക്കെ പണിത് കെട്ടി അതിൽ സുഖിച്ച് ജീവിക്കുന്നത്? ഞങ്ങൾ അനുവദിച്ചുകൊണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അനുവദിച്ചില്ല എന്നുള്ള ആക്ഷേപം അവിടെ നിൽക്കട്ടെ. പിന്നെ ഈ പറഞ്ഞ ആശാവർക്കർമാരെ കുറ്റിച്ചൂലെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന CPM നേതാക്കന്മാരെ അവർ കുറ്റിച്ചൂൽ എടുത്തടിക്കാത്തത് നിങ്ങളുടെയൊക്കെ നല്ല നേരമാണെന്ന് ഓർക്കണം. നിങ്ങൾ ഏത് സമരത്തെ ആക്ഷേപിക്കാത്തത്? നിങ്ങളുടെ കൂടെ അല്ലാതെ ആര് സമരം ചെയ്താലും ആ സമരത്തെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടുണ്ട്. പെമ്പിളെ ഒരുമ സമരത്തെ MM മണി എങ്ങനെ ആക്ഷേപിച്ചത് നമ്മുടെ കേരളത്തിന് മുമ്പിൽ ചരിത്രത്തിൽ ഉള്ളതല്ലേ? ആ സമരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അഡ്രസ്സ് ചെയ്ത രീതി കൊണ്ടാണ് ആ സമരം വിജയമായതും അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായതും. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ഈ സമരം ചെയ്യുന്ന ആളുകൾ ഉത്തരത്തിലിരിക്കുന്ന പല്ലിയെ പോലെയാണെന്ന്. ഈ ഉത്തരത്തിലിരിക്കുന്ന പല്ലികളെന്ന് നിങ്ങൾ ആക്ഷേപിച്ച ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്തപ്പോൾ ആ പല്ലികളൊന്ന് ഉറക്കെ ചലച്ചപ്പോഴാണ് നിങ്ങൾ ഈ കുടിശ്ശിക അനൗൺസ് ചെയ്തത് അല്ലേ? ഈ പല്ലിമൊട്ടയൊന്ന് താഴെ വീണാൽ മാർബിൾ തറയിൽ വീണാൽ, കാരണഭൂതൻ അങ്ങ് നെടുനീളം നടക്കുന്ന മാർബിൾ തറയിൽ ഒരു പല്ലിമൊട്ട വീണാൽ അതിൽ തെന്നി വീണ് തകരാനുള്ളതേ, അടി തെറ്റാനുള്ളതേ ഉള്ളൂ കാരണഭൂതന്റെ സർക്കാർ. ഇവിടെ ഒരൊറ്റ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? കേന്ദ്ര സർക്കാർ അതിന്റെ നയം കൊണ്ട് കേരളത്തിനോട് അവജ്ഞ കാണിക്കുന്നു, എതിർപ്പ് കാണിക്കുന്നു. ശരിയാണ്. പക്ഷെ കേരളത്തിലെ സർക്കാർ എന്താ ചെയ്യുന്നത്? നയം കൊണ്ട് മാത്രമല്ല, സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെ നാവ് കൊണ്ടും കേരളത്തിലെ പ്രതിപക്ഷത്തെ, ജനപക്ഷത്തെ, സാധാരണക്കാരുടെ പക്ഷത്തെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു. നന്ദിഗ്രാമും സിംഗൂരും ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുന്നതല്ല. തുടർഭരണം കിട്ടിയ CPMനെ കേരളത്തിലെ ജനങ്ങൾ കണ്ടത് ഇപ്പോഴാണ്. തുടർഭരണം കിട്ടിയ CPMന് തുടർഭരണം കിട്ടിയ നാടുകളിൽ കുറ്റിയറ്റു പോകുന്ന സാഹചര്യം ഉണ്ടായത് നേതാക്കന്മാരുടെ ദാഷ്ട്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പ്രകാശ മാസ്റ്ററെ ഒട്ടും തന്നെ പ്രകാശം പറക്കാത്ത ഇത്തരം ക്യാപ്സ്യൂളുകളുമായിട്ട് ചാനൽ തിണ്ണകൾ നിരങ്ങാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകൂടം പ്രതിഷേധങ്ങളെ, വിമർശനങ്ങളെ, വിസമ്മതങ്ങളെ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കേൾക്കേണ്ടത് എന്നതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ഭൂതകാലത്തുണ്ട്.
എങ്ങനെ ആവരുത് എന്നുള്ള ഉദാഹരണങ്ങളും നമ്മുടെ ചരിത്രത്തിലുണ്ട്. നന്ദി ശ്രീ ജിൻഡോ, ശ്രീ മിനി, പ്രിൻറ്റു, ശ്രീ പ്രകാശ് മാസ്റ്റർ.